മാരക രോഗത്തിന് അടിമയായപ്പോൾ സഹായിച്ച ബന്ധുക്കൾ പോലും കൈയൊഴിഞ്ഞു. എനിക്കായി നിന്നത് അമ്മ. സലിംകുമാർ പറയുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മാരക രോഗം ബാധിച്ച് തന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് മാതാ അമൃതാനന്ദമയി ആണെന്ന് തുറന്നു പറഞ്ഞ നടൻ സലിംകുമാർ. ഞാൻ സഹായിച്ചിട്ടുള്ള കുടുംബക്കാർ പോലും കൈവിട്ട സമയത്ത് സഹായിച്ചത് അമ്മയാണെന്ന് സലിംകുമാർ പറഞ്ഞു. മനസ്സിന് വിഷമം തോന്നുന്ന കാലഘട്ടത്തിലൊക്കെ എവിടെയായിരുന്നാലും അമ്മയെ വന്ന് കാണാറുണ്ടെന്നും സലിംകുമാർ പറഞ്ഞു. സലിംകുമാറിന്റെ വാക്കുകൾ: എന്റെ ഡീസൽ തീരുമ്പോഴാണ് ഓരോ തവണയും അമ്മയെ കാണാൻ വരുന്നത്. മാനസികമായ വ്യത അനുഭവിക്കുന്ന സമയത്ത് അമ്മയെ കണ്ട് ഡീസൽ അടിച്ച് മടങ്ങും. അമ്മ എവിടെ ഇരുന്നാലും പോയി കണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് തിരികെ വരാറുള്ളത്. ഈ നിൽക്കുന്ന സലിംകുമാർ ഇങ്ങനെ തെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരിയേ ഉള്ളൂ, അത് അമ്മയാണ്. കാരണം 3-4 വർഷങ്ങൾക്ക് മുമ്പ് മാരക രോഗത്തിന് അടിമയായപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ബന്ധുക്കൾ പോലും കൈയൊഴിഞ്ഞു. അന്ന് എനിക്ക് അമ്മയുമായി വലിയ ബന്ധമൊന്നുമില്ല. അമ്മയെ ചെന്ന് കാണണമെന്ന് ഡോക്ടർമാരാണ് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് ചെന്ന് കാണാൻ അവർ പറഞ്ഞത്. എന്നാൽ ഇതുവരെ കാണാത്ത ഒരാളോട് എങ്ങനെയാണ് സഹായം ചോദിക്കുക എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി. ഞാൻ ചെന്നപ്പോൾ എന്താ മോനെ വന്ന എന്ന് അമ്മ ചോദിച്ചു. അന്ന് എനിക്ക് 45 വയസ്സേ ഉള്ളൂ. അന്ന് അമൃത ഹോസ്പിറ്റലിന്റെ രജിസ്റ്ററിൽ എനിക്ക് 59 വയസ്സാണ് എഴുതിയിരിക്കുന്നത്. അമ്മയോട് അതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു. അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചിരിച്ചു. ധൈര്യമായി പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ എന്നും നിന്നെ എനിക്ക് വേണമെന്നും അമ്മ പറഞ്ഞു. ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എന്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ മരണം വരെ അമ്മയുടെ ഒരു മകനായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, മോനെ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ അമ്മയോടുള്ളിടത്തോളം കാലം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.